എൻ്റെ പേര് ബിന്ദു ജയാനന്ദൻ. ഭർത്താവിൻ്റെ പേര് ജയാനന്ദൻ. എനിക്കിപ്പോൾ 40 വയസ്സായി. 2 മക്കളുണ്ട്. മൂത്തവൻ ജിഷ്ണു 10ലാണ് പഠിക്കണത്. രണ്ടാമത്തെ ആൾ ജിതേഷ് 3ലാണ് പഠിക്കണത്. ഭർത്താവിന് കൂലിപ്പണിയാണ്. ഞാൻ വീട്ടിൽ തയ്യൽ ചെയ്യുന്നു. 4 വയസ്സിൽ പോളിയോ ബാധിച്ചിട്ട് എൻ്റെ കാല് തളർന്നതാണ്. 10ാം ക്ലാസ് വരെ ഞാൻ കൈ കുത്തിയിട്ടാണ് നടന്നിരുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കാലുമ്മ 2 ഓപ്പറേഷൻ ചെയ്ത് കാലുമ്മ ഒരു കാലിപ്ര എന്ന് പറഞ്ഞൊരു ഉപകരണം വെച്ച് നടക്കണം. ഇപ്പോൾ എല്ലാവരെ പോലെ തന്നെ എനിക്ക് എല്ലാ ജോലിയും ചെയ്യാം. പ്രീ ഡിഗ്രി വരെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹിന്ദി ടീച്ചേഴ്സിന് പോയി ഇത് പാസ്സായിട്ടുണ്ട്. അതിന് പിന്നെ കുറേ പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോഴാണ് ഈ തയ്യൽ പഠിക്കാൻ പോയത്. ആ തയ്യലിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ കുറച്ച് നാൾ തയ്യൽ പഠിച്ച് വീട്ടിൽ ചെയ്തു. പിന്നെ ഒരു ഗാർമെൻറ്റ്സ് ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ടൊരു വർക്ക് പഠിച്ചു. അതിന് വേറെ ജോലിയൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും ഞാൻ വീട്ടിൽ ആരെങ്കിലും നല്ല കല്യാണ വർക്കൊക്കെ വരുമ്പോൾ ചെയ്ത് കൊടുക്കും. പിന്നെ സ്വന്തമായിട്ടൊരു കട നടത്തി. അത് പെട്ടെന്ന് എനിക്ക് വീണ്ടും ഈ കാലുമ്പോൾ തന്നെ വീണ് കാലൊടിഞ്ഞപ്പോൾ ഒരു 6 മാസം കിടപ്പിലായപ്പോൾ അത് നിർത്തേണ്ടതായിട്ട് വന്നു. പിന്നെ അത് തുടർന്ന് പോകാനായിട്ട് എനിക്ക് പറ്റിയില്ല. എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്യാൻ തന്നെയാണ് ഇഷ്ടം. വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് കൂടി നടക്കാൻ ബുദ്ധിമുട്ടായി. പിന്നെ നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ മറ്റുള്ളവരെ കാണുക. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊരു ജോലി ചെയ്യുമ്പോൾ നമുക്കതിനോടൊരു ഇത് തോന്നുമല്ലോ. സ്വന്തമായിട്ടൊരു കട തന്നെ നടത്തി അതിൽ കൂടെ 2-3 ആൾക്ക് എന്നെപ്പോലെ വൈകല്യമുള്ളവരോ ഇല്ലാത്തവരോ ആണെങ്കിൽ ഈ തൊഴിലിനോട് താല്പര്യമുള്ളവരെ ഇതിൽ ചേർത്തി ജോലി ചെയ്യിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഈ സാഫ് തുടങ്ങിയപ്പോൾ തന്നെ ഞാനുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം എൻ്റെ മോന് 1 വയസ്സായിട്ടില്ല. ഇപ്പോൾ അവന് 8 വയസ്സായിട്ടുണ്ട്. അപ്പോൾ അത്രയും വർഷത്തെ പഴക്കമുണ്ട് എനിക്ക്. ഇതുവരെ ഞാൻ അതിൽ നിന്ന് വിട്ടു നിന്നിട്ടില്ല. അതിൽ നിന്ന് എനിക്ക് ഒരുപാട് ലോണുകളും കിട്ടുന്നുണ്ട്. സാമ്പത്തികമായിട്ട് നല്ല സഹായമുണ്ട്. എനിക്ക് അതുകൊണ്ട് കുറേ കാര്യം ചെയ്യാൻ പറ്റിയിരുന്നു. ഞാൻ ഇത് ആദ്യം എടുത്തപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നൈറ്റീരെ തുണി അടിപ്പാവഴ തുണിയൊക്കെ എടുത്തു കൊണ്ടുവന്ന് വീട്ടിലിരുന്ന് വെട്ടിത്തയ്ച്ച് അവിടെ അയൽക്കാർക്ക് കൊടുക്കുക. അങ്ങനെ ആവശ്യക്കാർ വന്ന് വാങ്ങുക. ആഴ്ചയിൽ പൈസ തരാം. അങ്ങനെ ചെയ്തിരുന്നത്. പിന്നെ പിള്ളേരൊക്കെ വലുതായപ്പോൾ എനിക്കും ഇതിൻ്റെ കൂടുതൽ ഇതുകൾ അറിയാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ജോലിക്കായിട്ട് പോയി. ഈ സാഫിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കണേന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു ഹോം ലോണൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അതുപോലെ ഇതിൽ നമുക്ക് എന്തായാലും ലോൺ എടുക്കുമ്പോൾ അടയ്ക്കാനുള്ളൊരു വരുമാനം ഉണ്ടാക്കണം. വീട്ടിലിരിക്കുന്നവർക്ക് അത് പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് ജോലി ചെയ്താലേ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഇതിന് ശ്രമിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ബിസിനസ് ലോണായിട്ട് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായമാണ് പറയണത്, അത് നല്ലതായിരിക്കും. എൻ്റെ പേര് മേരിന്ന്. എനിക്ക് വയസ്സ് 45 വയസ്സായി. എൻ്റെ കുട്ടികൾ 2 പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടികളെ 2 കല്യാണം കഴിഞ്ഞു. പേരക്കുട്ടികൾ 5 ആളുണ്ട്. ഭർത്താവായിരുന്ന പെയിൻറ്റ് പണിക്ക് പോകുന്നുണ്ട്. 2ാമത്തെ മുകളിലെ കുട്ടികൾ ഇവിടെ ഉണ്ട്. അവർ 3 ആളും പഠിക്കാൻ പോകുന്നുണ്ട്. ഒരാൾ 9ൽ പഠിക്കുന്നുണ്ട് ചെക്കൻ. മറ്റേ പെൺകുട്ടി 7ൽ പഠിക്കുന്നുണ്ട്. മൂത്തവൾ 10 വരെയും പഠിച്ചു. ഞാൻ സോപ്പ് കച്ചവടം ചെയ്യുന്നുണ്ട്. സോപ്പ് ഈയപ്പ കമ്പനിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ സോപ്പ് കച്ചവടം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഒരു 17 കൊല്ലമായി ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. പഴയതായിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ട് നടന്ന് കൊടുത്തത് ഇപ്പോഴും ആ സ്ഥലത്ത് തന്നെ ഞാൻ കൊടുക്കുന്നത്. കച്ചവടം എന്ന് പറഞ്ഞാൽ എൻ്റെ മകൾ സോപ്പ് മേടിച്ചുകൊണ്ട് വരും. അത് ഉണക്കി കാറ്റിൽ ഞങ്ങൾ ഉണക്കും. എന്താണെന്ന് വിചാരിച്ചാൽ വെയിൽ കൊള്ളാൻ പാടില്ല. വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ അത് വിണ്ടു പൊളിക്കും. അപ്പോൾ കാറ്റിൽ അകത്ത് വെച്ച് ഉണക്കി അത് പാക്ക് ചെയ്ത് കുട്ടികൾ തന്നെ പാക്ക് ചെയ്ത് തരും. അത് കൊണ്ടുപോയിട്ട് നടന്ന് വിൽക്കും. ഞാൻ എസ്ആപ്പിൽ നിന്ന് കാശ് എടുക്കാറുണ്ട്. ഞാൻ കുറേ കാലമായി എടുക്കാൻ തുടങ്ങിയിട്ട്. അത് ഞാൻ ഏതായാലും ഈ കച്ചവടത്തിന് ഞാൻ എടുത്തിട്ട് അതേപോലെ തന്നെ ഞാൻ അടയ്ക്കുകയും ചെയ്യും. കാശ് കൊണ്ടുപോയി അടയ്ക്കുകയും ചെയ്യും. ഈ കൈ ഒരു അപകടം വന്നപ്പോൾ ആയതാ. വീട് ഉണ്ടായ വീട് തന്നെ മഴ വന്നപ്പോൾ അതൊക്കെ നശിച്ചു പോയി. ഇപ്പോൾ പുതിയതായിട്ട് ഞങ്ങൾ ഒരു ഷെഡ് വെച്ചിട്ടുണ്ട്. ഇനി വലിയൊരു വീട് വെക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് ഇവിടുന്ന് കാശ് കിട്ടിയിട്ട് വേണം ഞാൻ വീട് വയ്ക്കാൻ. എനിക്ക് ഇസാപ്പിൽ നിന്ന് ഒരു ട്രെയിനിങ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിലിരുന്ന് ചെയ്തോളാം. ചെയ്യാൻ പറ്റും. എൻ്റെ പേര് സുധ രാജേന്ദ്രൻ. എനിക്ക് 2 മക്കളുണ്ട്. മക്കളുടെ പേര് രാഹുലും സാന്ദ്രയും.
പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ട്, അമ്മയുടെ പേര് അംബികയാണ്. ഹസ്ബൻഡ് ഒരു വർഷമായിട്ട് ഇപ്പോൾ ഒരു വർഷം ആവണേ ഉള്ളൂ അറ്റാക്ക് വന്നിട്ട് മരിച്ചിട്ട്. 4 വർഷമായി ഉണ്ടാവും ഇസാഫിൽ അറിഞ്ഞിട്ട്. പിന്നെ അറിഞ്ഞത് പിന്നെ ഒരു ചേച്ചി വഴി, ഞങ്ങളുടെ അടുത്തുള്ളൊരു ചേച്ചി വഴി അറിഞ്ഞതാണ്. അങ്ങനെ മാഡത്തിനെ വിളിച്ച്, സുനിത മാഡത്തിനെ വിളിച്ച് അങ്ങനെ ഞങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കി. സുനിത മാഡം തന്നെയായിരുന്നു ആ ഗ്രൂപ്പ് റെഡിയാക്കി തന്നു. പിന്നെ അന്ന് തൊട്ട് ഞങ്ങൾ ഇന്ന് വരെയും പൈസ എടുക്കുന്നു, അടയ്ക്കുന്നു, അങ്ങനെ വിളിച്ചൊന്നും വരുത്തിയിട്ടില്ല ഇതുവരെയും. ഞാനിപ്പോൾ ഒരു തട്ടുകട തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഗ്രൂപ്പായിട്ട്. അത് കൊടകര പാലത്തിൻ്റെ അടിയിൽ താഴെയായിട്ട്, ഫ്ലൈവറിൻ്റെ അടിയിൽ താഴെയായിട്ട് ചെറിയ തട്ടുകട ഇട്ടിട്ടുണ്ട്. അതിലിപ്പോൾ ഞങ്ങളൊരു 5 മണി തൊട്ട് ഒരു 9:30 വരെ നിങ്ങൾ നിൽക്കും, മാറി മാറി സ്ത്രീകൾ മാറി നിൽക്കും. പിന്നെ കുക്കിങ്ങിനൊരു വീട് എടുത്തിട്ടുണ്ട്. അതിൽ എല്ലാവരും കൂടി പകൽ എല്ലാവരും കൂടി സഹകരിച്ച് കുക്ക് ചെയ്യും. കാലിന് ജനിച്ച് കഴിഞ്ഞിട്ട് പോളിയോ വന്നതാണ്, ജനിക്കുമ്പോൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ കാലങ്ങനെ വന്നതാണ്. സഹായം എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ 4-5 പേരുള്ള ഗ്രൂപ്പിൽ അപ്പോൾ ഒരു മിനിമം ഒരു തട്ടുകട നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഒരു കുടുംബത്തിന് കഴിയാനേ പറ്റുള്ളൂ. ഇതിപ്പോൾ 5-6 പേരും കൂടിയിട്ടില്ല. അപ്പം നമുക്കൊരു 30 രൂപ 20 രൂപ 50 രൂപയ്ക്കാണ് കിട്ടുന്നത്. വേറൊരു വഴിയില്ലല്ലോ, ഉപജീവനമാർഗത്തിന് വേറൊരു വഴിയില്ലല്ലോ. അപ്പം അങ്ങനെ അവരോട് സംസാരിച്ച് നോക്കിയപ്പോൾ അവർക്കും തോന്നി ശരിയാണ്, സുധയ്ക്കാണ് ഇത് കിട്ടേണ്ടത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി എടുത്തിട്ട് ചെയ്താണല്ലോ. അപ്പോൾ അത് കാരണം ഇപ്പോൾ നാളെ തൊട്ട് ഞാൻ സ്വന്തമായിട്ട് നടത്താൻ പോകണം. ഇസാഫിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വണ്ടി വാങ്ങിക്കണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട്, വലിയൊരു ഓട്ടോറിക്ഷ. അതായത് ഞങ്ങൾക്ക് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അതിന് ലോണായിട്ട് തന്നാൽ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇസാഫിൻ്റെ ട്രെയിനിങ് ഇപ്പോൾ എനിക്ക് മാത്രമല്ലല്ലോ, അപ്പോൾ എത്രയും കുടുംബത്തിൽ ബുദ്ധിമുട്ട് കഴിയുന്ന സ്ത്രീകളാണോ മുന്നോട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം അത് മുന്നോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. അപ്പോൾ നമ്മൾക്കും അതിൽ പങ്കെടുത്ത് എന്തെങ്കിലും മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.